സോ നമുക്കിപ്പം തോമസ് ഐസക് കൂടി ചേരുന്നുണ്ട്. തോമസ് ഐസക് അല്പസമയം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും. ഇല്ല, തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് തുടങ്ങാം. ഒരു ഇടവേള വേണം. തോമസ് ഐസക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സ്കൂളിൻ്റെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതാണ്. ആരോ ചിലർ തോമസ് ഐസക്കിനെ ട്രോളിക്കൊണ്ട് എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഇനി തോമസ് ഐസക്കിന് ഇതായിരിക്കും പണി എന്ന രീതിയിൽ വളരെ എന്താണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മനോരമ സർവേയെ തുടർന്നാണ് സംഘികൾ അർമാദത്തിലാണെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. സി തോമസ് ഐസക്, വെരി ഗുഡ് ഈവനിങ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം എന്താണെന്നൊന്ന് പറയാമോ? വെരി ഗുഡ് ഈവനിങ്. ഞാൻ കല്ലൂര് ഹൈസ്കൂളിൽ ഒരു ചടങ്ങിന് എന്നതാ, ശുചിത്വ ദിനാചരണത്തിൻ്റെത്. അപ്പോൾ എല്ലാം റെഡിയായി ചടങ്ങിന് യോഗ ആരംഭിക്കാനൊക്കെ കുട്ടികളൊക്കെ ഇരിക്കുക. സ്കൂളൊക്കെ വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ടോയ്ലറ്റ് വരെ ഒന്ന് പോകാം. ആദ്യം വിചാരിച്ച് എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന്. അതേ പറഞ്ഞാലല്ല, കുട്ടികളുടെ ടോയ്ലറ്റ് ഒന്ന് കാണണോ. ചെന്ന് കഴിഞ്ഞപ്പോഴും അത് വൃത്തികേടായി കിടക്കാം. ഞാൻ ചൂലെടുത്ത് വെള്ളമൊഴിച്ച് അങ്ങ് അടിച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാഷന്മാർ ചിലർ വന്നു, പിന്നെ രക്ഷാകർത്താക്കൾ വന്നു. ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് അത് മുഴുവൻ വൃത്തിയാക്കി ലോഷൻ ഒഴിച്ച് കഴുകി റെഡിയാക്കി എന്നിട്ട് യോഗ ആരംഭിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ഇതൊന്നും അല്ലെങ്കിലേ നാട്ടിലിങ്ങനെയുള്ള പണികൾ ചെയ്യും. അതിലൊരു മടുപ്പുമില്ല, മടിയില്ല. എന്നാൽ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണം എന്താണെന്നറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ 3ാം സ്ഥാനത്താണെന്നാണല്ലോ പറയുന്നത്. നമുക്ക് നാളെ നോക്കാം എത്ര സ്ഥാനത്താണെന്നുള്ളത്. ഇനിയിപ്പോൾ 4ാം തീയതി കഴിഞ്ഞാൽ ഇതായിരിക്കും ഇനി പണി. ഏത് ശുചിമുറി വൃത്തിയാക്കൽ. ആ മനസ്സിൻ്റെ ഒരു സ്ഥിതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുക. ശുചീകരണമാണെന്ന് ആ സവർണ മനസ്സിൽ ഏറ്റവും മോശം ജോലി, തൊടാൻ പാടില്ലാത്തത്. അതിനേക്കാളും മ്ലേച്ഛമായിട്ടുള്ള ഒരു പദവി എനിക്ക് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് എഴുതിയിട്ടതാ. അത് നല്ല പ്രതികരണമാണ്. ഇതുപോലെ തന്നെ അത് ഓടിക്കൊണ്ടിരിക്കുക. ഡോക്ടർ TM തോമസ് ഐസക്, ആഫ്റ്റർ ജൂൺ 4 എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷൻ ആണല്ലോ. അപ്പോൾ കേരളത്തിൽ ശുചിത്വ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പതാകവാഹകനായി താങ്കളെ കാണുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നമുക്ക് പോയിക്കൂടെ? നിശ്ചയമായിട്ട് അതാ. ആ പോസ്റ്റ് അങ്ങനെയല്ല, കൊടുത്തിരിക്കുന്നത്. ആ പോസ്റ്റ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റാണ്. ഞാനതൊന്ന് എൻ്റെ പോസിറ്റീവ് വശമായിട്ട് ഇതൊക്കെ ഞങ്ങൾ അഭിമാനം കൊള്ളുന്ന കാര്യമാണ്, മോശം കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. ബ്രേക്ക് വേണം, അതുകൊണ്ടാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് തോമസ് ഐസക്. കാര്യം ഇത് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോഴും, ഞാൻ ഇടവേളയ്ക്ക് ശേഷം അങ്ങയിലേക്ക് വരാം, ഞങ്ങളെല്ലാവരും തന്നെ അങ്ങ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി അതാണോ എന്നതിൽ സംശയം ഞങ്ങൾ പലരും പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ